ജീവിതത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ആർക്കൊക്കെയോ വേണ്ടി ഉരുകിത്തീരാൻ വിധിക്കപ്പെട്ട കുറെ മനുഷ്യ ജന്മങ്ങളാണ്. അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ദിനംപ്രതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കയറ്റി അയക്കുന്ന മയ്യത്തുകളുടെ കണക്കുകളൊന്ന് പരിശോധിച്ചു നോക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ മുഴുവനും ഗൾഫ് രാജ്യത്ത് ചെലവഴിച്ചിട്ട് ആ സമ്പാദ്യങ്ങൾ മുഴുവനും തന്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അതെല്ലാം അയച്ചു കൊടുത്തിട്ട് അവസാനം ഹൃദയം പിടഞ്ഞവരൊന്ന് മരണപ്പെട്ടു പോകുമ്പോ എനിക്ക് ആ മയ്യത്ത് കാണണ്ട, ഞങ്ങൾക്കൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞിട്ട് അനാഥരായി കഴിഞ്ഞുപോയ എത്രയോ പ്രവാസി ജന്മങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങിത്തീരുന്നതിന് മുമ്പ് നാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ, നമുക്ക് വേണ്ടി ഒന്ന് കരുതി വെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന സഹോദരൻ, പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യത്ത് നിന്ന് ദിനംപ്രതി മയ്യത്തുകളാണ് കയറ്റി അയക്കുന്നത്. ഏറ്റെടുക്കാൻ ആളില്ല. പലതും സങ്കടപ്പെടുത്തുന്ന വാർത്തയോടുകൂടിയാണ് അദ്ദേഹം മയ്യത്തിന്റെ പെട്ടികളടക്കമുള്ള ഫോട്ടോസുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. ആ മയ്യത്തുകൾ ഏറ്റെടുക്കാൻ ആളില്ല. അവർ അയക്കുന്ന പൈസ ഏറ്റെടുക്കാൻ അവിടെ നാട്ടിൽ അടിയും ബഹളവുമായിരുന്നു, തമ്മിൽ തല്ലായിരുന്നു. വീട് വെച്ചു, കാറ് വെച്ചു, മക്കളെ കെട്ടിച്ചു, എല്ലാ സൗകര്യങ്ങളും നേടിയെടുത്തു. അവസാനം അവർ ചണ്ടികളായപ്പോ, ഒന്നുമില്ലാതെയായപ്പോ, കറിവേപ്പിലയായപ്പോ, കൊള്ളൂലാന്ന് തോന്നിയപ്പോ അവരകറ്റി നിർത്തി, അവരെ തള്ളിക്കളഞ്ഞു. ഇവർ മറ്റൊരു ജീവിതം തേടി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസികളെ നമ്മൾ ഓർക്കണം.